സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ കർഷകരെയും സമ്പദ് വ്യവസ്ഥയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിനെ കുറിച്ചാണ്. ഈ കരാറിനെ ന്യായീകരിക്കാൻ സർക്കാർ പറയുന്ന പ്രധാന വാദം എന്താണ്? അമേരിക്കയിൽ നിന്ന് ചോളം, സോയാബീൻ, DDG പോലുള്ള മൃഗാഹാര വസ്തുക്കൾ നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്താൽ അവ വില കുറഞ്ഞതായിരിക്കും. അതിലൂടെ മൃഗാഹാര ചെലവ് കുറയും. അതിനാൽ കർഷകർക്ക് സഹായമാകും എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഈ വാദം യാഥാർത്ഥ്യത്തിൽ വളരെ തെറ്റായതാണ്. ഒരു രാജ്യം ഇറക്കുമതി വസ്തുക്കൾക്ക് നികുതി ചുമത്തുന്നത് എന്തുകൊണ്ടാണ്? അത് നാട്ടിൽ തന്നെ ഉൽപ്പാദനം നിലനിർത്താനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കാനുമാണ്. ഉദാഹരണത്തിന്, മൃഗാഹാരം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ കർഷകർക്ക് വരുമാനം ലഭിക്കും. ഗ്രാമീണ മേഖലയിലെ തൊഴിൽ വർദ്ധിക്കും. ആ വരുമാനം മറ്റു വസ്തുക്കൾ വാങ്ങാൻ ഉപയോഗിക്കുമ്പോൾ മറ്റു മേഖലകളിലും ജോലി ഉണ്ടാവും. പക്ഷേ അതേ വസ്തുക്കൾ ഇറക്കുമതി ചെയ്താൽ ഈ മുഴുവൻ വരുമാനവും തൊഴിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. ഇതിനു പുറമെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഇറക്കുമതി ചെയ്യാൻ വിദേശ നാണയം വേണം. അത് ഇന്ത്യക്ക് പരിമിതമായ ഒരു വിഭവമാണ്. നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ ഈ വിദേശ നാണയം സംരക്ഷിക്കാൻ വില കുറഞ്ഞ ഇറക്കുമതി കിട്ടുമ്പോൾ എന്തിനെ അത് ഉപേക്ഷിക്കണം? അതിന് മറുപടി വളരെ ലളിതമാണ്. ഒരു വസ്തുവിൻ്റെ വില കുറയ്ക്കണമെങ്കിൽ സർക്കാർ സബ്സിഡി നൽകാം. അങ്ങനെ ചെയ്താൽ നാട്ടിൽ ഉൽപ്പാദനം തുടരും, കർഷകർക്ക് നഷ്ടമുണ്ടാവില്ല. വിദേശ നാണയം സംരക്ഷിക്കാം. ഇത് തന്നെയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചെയ്യുന്നത്. അവരുടെ കർഷകർക്ക് അവർ വലിയ സബ്സിഡികൾ നൽകുന്നു. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ സബ്സിഡി നൽകുമ്പോൾ അവർ അതിനെ വിമർശിക്കുന്നു. ഉദാഹരണത്തിന്, അമേരിക്കയിലെ ഒരു കോട്ടൺ കർഷകന് ലഭിക്കുന്ന സബ്സിഡി കോടികളാണ്. എന്നാൽ ഇന്ത്യയിലെ കർഷകർക്ക് അത്ര പിന്തുണ ലഭിക്കുന്നില്ല. അതുകൊണ്ട് വില കുറഞ്ഞ ഇറക്കുമതി എന്ന വാദം യാഥാർത്ഥ്യത്തിൽ തെറ്റാണ്. അത് അംഗീകരിച്ചാൽ ഇന്ത്യയിലെ കർഷകരുടെ വരുമാനവും തൊഴിലും കുറയും. ഒടുവിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷയും അപകടത്തിലാവും. സർക്കാർ പറയുന്ന മറ്റൊരു വാദം എന്താണ്? ഈ കരാറിലൂടെ ഇന്ത്യക്ക് $30 ട്രില്യൺ അമേരിക്കൻ വിപണി ലഭിക്കും എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? അത്ര വലിയ വിപണിയിൽ ഇന്ത്യക്ക് ചെറിയൊരു പങ്ക് മാത്രമേ നേടാൻ കഴിയൂ. അതിനാൽ ഇത് വെറും വലിയ വാക്കുകൾ മാത്രമാണ്. ഇതിലേറെ ആശങ്കാജനകമായ കാര്യം എന്താണ്? സർക്കാർ കർഷകരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു സംസ്ഥാനത്തിലെ കർഷകർക്ക് നിങ്ങളുടെ വിളയെ ഇത് ബാധിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധത്തിൽ നിന്ന് അവരെ പിന്മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഓരോരുത്തരും മറ്റുള്ളവരുടെ നന്മയ്ക്കായി നിലകൊള്ളണം. ഒരു സംസ്ഥാനത്തിലെ കർഷകരെ ബാധിക്കുന്ന പ്രശ്നം രാജ്യത്തെ എല്ലാ കർഷകരുടെയും പ്രശ്നമാണ്. ഈ വ്യാപാര കരാർ ഒടുവിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് സമത്വമുള്ള കരാറല്ല. ഇത് ശക്തമായ രാജ്യത്തിന്റെ സമ്മർദ്ദത്തിലുണ്ടായ അസമത്വ കരാറാണ്. ഇന്ത്യയുടെ വികസനത്തിലുള്ള ശരിയായ വഴി എന്താണ്? കയറ്റുമതി മാത്രം ആശ്രയിച്ച വളർച്ചയല്ല. നമ്മുടെ കൃഷിയും ആഭ്യന്തര വിപണിയും ശക്തിപ്പെടുത്തുന്ന ഒരു വികസന മാതൃകയാണ് വേണ്ടത്. കാർഷിക വികസനം സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായിരിക്കണം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചിരുന്ന ആശയം ഇതായിരുന്നു. അത് ശക്തിപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി കർഷകരുടെ കൈകളിലാണ്. കർഷകർ ശക്തരാകുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാവൂ.